ഓം നമോ ഭഗവതേ വാസുദേവായ. 82-ാം ദശകത്തിൽ ഉഷയുടെയും അനിരുദ്ധൻ്റെയും കഥയാണ് വിവരിക്കുന്നത്. പ്രിയതമയായ രുക്മിണിയിൽ അങ്ങയ്ക്ക് പ്രദ്യുമ്നൻ എന്ന പുത്രനുണ്ടാവുകയും ആ പുത്രനെ ശംബരാസുരൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ആ ശംബരനെ നിഗ്രഹിച്ച് പ്രദ്യുമ്നൻ പത്നിയായ രതിയോടുകൂടി നഗരത്തിലെത്തി രുക്മിപുത്രിയായ അപഹരിക്കുകയും ചെയ്യുന്നു. ആ പ്രദ്യുമ്നൻ്റെ പുത്രനും വിവിധ ഗുണങ്ങൾക്ക് വിളനിലവുമായ അനിരുദ്ധൻ രുക്മിയുടെ പൗത്രിയായ രോചനയെ വിവാഹം ചെയ്തു. ആ വിവാഹോത്സവത്തിൽ പങ്കെടുത്ത് ചൂതുകളിയിലേർപ്പെട്ട ബലഭദ്രർ ചൂതുകളിയിലുണ്ടായ വിരോധം മൂലം മുസലം കൊണ്ട് പ്രഹരിച്ച് രുക്മിയെ നിഗ്രഹിച്ചു. ബലിയുടെ പുത്രനും 1000 കൈകളുള്ളവനുമായ ശിവഭക്തനുമായ ബാണരാജാവിൻ്റെ ഉത്കൃഷ്ടയായ പുത്രിയായിരുന്നു ഉഷ. ആ ഉഷ ഒരു നാൾ സ്വപ്നത്തിൽ അതിസുന്ദരനായ ഒരു യുവാവിനെ കാണുകയും സ്വപ്നത്തിൽ ആ യുവാവിനോട് സംഗമം ഉണ്ടാവുകയും ചെയ്യുന്നു. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ആ കുമാരനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. ഉഷയുടെ തോഴിയായ ദിവ്യയും യോഗശക്തിയുള്ളവളുമായ ചിത്രലേഖ എന്ന തോഴി ആകട്ടെ കുമാരിയുടെ ആഗ്രഹം ഞാൻ നിറവേറ്റി തരാമെന്ന് പറഞ്ഞ് ഈ ഭൂമിയിലുള്ള സുന്ദരന്മാരെയൊക്കെ രൂപം വരച്ച് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കുറേ പുരുഷശ്രേഷ്ഠന്മാരുടെ രൂപം വരച്ച് കാണിച്ചപ്പോൾ അതിലൊരു ആൾ അനിരുദ്ധനായിരുന്നു. ആ അനിരുദ്ധനെ കണ്ട് ഇതാണ് എൻ്റെ വരൻ എന്ന് പറയുന്നു. ചിത്രലേഖയാകട്ടെ ദ്വാരകയിൽ പോയി അനിരുദ്ധനെ ആ രാത്രി തന്നെ യോഗശക്തിയാൽ എടുത്ത് കട്ടിലോടുകൂടി തന്നെ എടുത്ത് ഉഷയുടെ അടുത്തേക്ക് എത്തിക്കുന്നു. ഉഷയും അനിരുദ്ധനും കൂടി വിവിധ ലീലകൾ ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ഒരു തോഴിയിൽ നിന്ന് ഈ വിവരമറിഞ്ഞ ബാണാസുരൻ അനിരുദ്ധനെ തടവിലാക്കുന്നു. ഇതറിഞ്ഞ ശ്രീകൃഷ്ണനും യാദവ സൈന്യങ്ങളോടുകൂടി ബലഭദ്രരും ബാണാസുരനെ യുദ്ധത്തിന് വരുന്നു. ബാണാസുരൻ്റെ കോട്ട കാക്കുന്നത് സാക്ഷാൽ ശ്രീ പരമേശ്വരനും പുത്രന്മാരും ഭൂതഗണങ്ങളുമാണ്. ആദ്യം അവരുമായിട്ട് ഗംഭീര യുദ്ധം ചെയ്യുന്നു. കൃഷ്ണനുമായിട്ടുള്ള യുദ്ധത്തിൽ ശിവന് മോഹാലസ്യം വരികയും അതുപോലെ ശിവപുത്രന്മാരായ ഗണപതിയും സുബ്രഹ്മണ്യനുമൊക്കെ യാദവരോട് തോൽക്കുന്നു. പിന്നീട് ബാണാസുരനുമായി ഗംഭീര യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ബാണാസുരൻ്റെ ഓരോരോ കൈകളും മുറിച്ചു മാറ്റി 4 കൈകൾ മാത്രമുള്ളപ്പോൾ യുദ്ധം നിർത്തുകയും
ശിവൻ്റെ നിർദ്ദേശപ്രകാരം ബാണാസുരൻ തൻ്റെ പുത്രിയായ ഉഷയെ അനിരുദ്ധന് പാണിഗ്രഹണം ചെയ്തു കൊടുക്കുന്നു. ഇത്രയുമാണ് 82-ാം ദശകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഓം പ്രദ്യുമ്നോ രൗമിണേയസ്സ ഖലു തവ കലാശംബരേണാഹൃതസ്തം ഹത്വാരത്യാസഹാപ്തോ നിജ പുരമഹര രുക്മികന്യാഞ്ച ധന്യാം തൽപുത്രോധാനിരുദ്ധോ ഗുണനിധീരവഹദ്രോജനാം രുക്മിപൗത്രീം തത്രോദ്വാഹേ ഗതസ്ത്വം ന്യവധിമുസലിനാം രുക്മ്യഭിദ്യൂതവൈരാൽ ബാണസ്യ സ ബലിസുതസ്യ സഹസ്രബാഹോർമാഹേശ്വരസ്യ മഹീതാ ദുഹിതാ കിലോഷാം ത്വൽപൗത്രമേനം അനുരുദ്ധമദൃഷ്ടപൂർവം സ്വപ്നേ അനുഭൂയ ഭഗവൻ വിരഹാതുരാഭൂൽ യോഗിന്യതീവ കുശലാം ഖലു ചിത്രലേഖാ തസ്യാഹം സഖീ വിലിഖതേ തരുണാനശേഷാൻ തത്രാനിരുദ്ധമുഷയാ വിദിതം നിശായാം മാനേഷ്ടം യോഗബലതോ ഭവതോ നികേയേതാൽ കന്യാപുരേ ദയിതയാ സുഖമാരമന്ദം ചൈനം കഥഞ്ജനം ബബുന്ധുഷി സർവബന്ധോ ശ്രീനാരദോക്ത ഉദന്തദുരന്തരോഷൈസ്ത്വം തസ്യ ശോണിതപുരം യദുഭിർന്യരുന്ധാഹ പുരീപാല ശൈലപ്രിയദുഹിതൃനാഥോസ്യ ഭഗവാൻ സമം ഭൂതവ്രാതൈര്യതുബലമശങ്കം നിരുരുദ്ധേ മഹാഗാപ്രാണോ ബാണോ ഝടിതി യുയുധാനേന യുയുധേ ഗുഹ പ്രദ്യുമ്നേന ത്വമപി പുരഹന്ത്രാ ജഗദിഷേ നിരുന്ധാശേഷാസ്ത്രേ മുമുഹുഷി തവാസ്ത്രേണ ഗിരിശേ ദ്രുതാ ഭൂതാഭീതാഹ പ്രമഥ കുലവീരാഹ പ്രമഥിതാം പരാസ്കന്ദൽ സ്കന്ദ കുസുമശരബാണൈശ്ച സജീവസ്സ കുംഭാണ്ഡോ ഭാണ്ഡം നവമിഹ ബലേനാശു വിഭീതേയേ ചാപാനാം പഞ്ചശത്യാ പ്രസഭമുപഗതേ ഛിന്നചാപേധബാണേ വ്യർത്ഥേ യാതേ സമേതോ ജ്വരപതിരശനൈർജ്വരിസ്ത്വജ്വരേണ ജ്ഞാനീസ്തുത്വാധ ദത്വാ തവ ചരിതജുഷാം വിജ്വരം സജ്വരോഗാൽ പ്രായോന്തർജ്ഞാനവന്തോപി ച ബഹുതമസാരൗദ്രചേഷ്ടാ ഹി രൗദ്രാഹം ബാണം നാനായുധോഗ്രം പുനരഭിവദിതം ദർപ്പദോഷാദ്വിതന്വൽ
നിർലീനാശേഷദോഷം സപദി ബുഭുദൃഷ ശങ്കരേണോപഗീതം തദ്വാജാശിഷ്ടബാഹുദിതയമുഭതയോ നിർഭയം തൽപ്രിയം ത്വം മുക്ത്വാ തദ്ദത്തമാനോ നിജപുരമഗമസാനിരുദ്ധ സഹോഷ മുഹുസ്താവച്ഛക്രം വരുണമഭജയോ നന്ദഹരണേ യമം ബാലാനീതോ ദവദഹനപാനേ നിലസഖം വിധിം വത്സത്വേ ഗിരീശമിഹ ബാണസ്യ സമരേ വിഭോ വിശ്വോത്കർഷി യദയമവതാരോ ജയദീത്തേ ദ്വിജരുഷാം കൃകലാസവബുദ്ധരംഗനൃപം ത്രിദിവാലയമാപയൻ ഇജനേയേ ദ്വിജഭക്തിമനുത്തമാം ഉപദിശൻ പവനേശ്വര പാഹി മാം ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ